ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുക്കറിങ്ങിൻ്റെ ഒന്നും അല്ല, ഒരു റിവ്യൂ ആണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ ആ പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ റോസ്മേരി വാട്ടറിൻ്റെയാണ്. അപ്പോൾ ഒരിടയ്ക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു റോസ്മേരി വാട്ടർ. ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളും ഒരേപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഹെയർ ഫോൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ നെറ്റ് ഇതുപോലെ കയറി. പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, തലയോട്ടിയുടെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ കാണാനായിട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ആഡ് കാണുന്നത്. അപ്പോൾ ആഡ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും അത് യൂസ് ആക്കിയിരിക്കുന്ന ആളുകളുടെ റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് വെച്ചാൽ ഒറ്റ ബോട്ടിലായിട്ടല്ല ഞാൻ വാങ്ങിച്ചത്, ബൈ 1 get 1 ഫ്രീ ആ ഒരു ഓഫർ വന്നപ്പോഴത്തേക്കാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. അത് ത്രൂ ഇൻസ്റ്റാഗ്രാം വീഡിയോ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ പ്രൊഡക്റ്റ്, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഇത് യൂസ് ചെയ്ത് തീർന്നതിൻ്റെ അറ്റത്തോളം ഉള്ളൂ. ഇത് ഞാൻ ഇന്നലെ ഓപ്പൺ ചെയ്ത ബോട്ടിലാണ്. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഈ ട്യൂബൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ പാക്കിങ്ങിൽ കിടക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഡാൻഡ്രഫ് ഉള്ള കുട്ടികൾക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അത്ര വലിയ ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് നല്ല റിസൾട്ടായിരുന്നു. പിന്നെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ആക്കാം. ഒന്ന്, നമ്മൾ മോർണിംഗ് നമ്മൾ കുളിക്കാൻ നേരത്ത് എണ്ണയൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട്, എണ്ണ എല്ലാ ദിവസവും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ അതിപ്പോൾ ഡിപ്പെൻഡബിൾ ആണല്ലോ. അപ്പോൾ എന്താ പറയുന്നത്, ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇത് യൂസാക്കി നോക്കിയായിരുന്നു, അതുപോലെ തന്നെ നൈറ്റും നമ്മൾ യൂസാക്കി നോക്കിയായിരുന്നു. അപ്പം എനിക്ക് ഇത്തിരി കൂടെ ബെനിഫിറ്റായിട്ട് തോന്നിയത് നൈറ്റ് യൂസാക്കി നോക്കിയപ്പോഴത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്താ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അയ്യോ, എനിക്ക് തൊണ്ടവേദനയും ജലദോഷവും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴും സൗണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ റൂട്ട് മാറിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ യൂസ് ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇത് രണ്ട് രീതിയിലാണ് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നത്. ഒന്ന്, നമ്മൾ മോർണിംഗ് കുളിക്കാൻ നേരത്ത് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. ഇതിങ്ങനെയാണ് സ്പ്രേ ചെയ്യാൻ കാണിച്ചു തരാം. ഈസിയാണ് കേട്ടോ. സ്പ്രേ ചെയ്ത് നമ്മുടെ ഈ സ്കാൽപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 to 10 minutes വരെ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതിപ്പോൾ നോർമൽ വാട്ടറിൽ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷാമ്പുവോ കണ്ടീഷണറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കൂടുതൽ കെമിക്കൽസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും ഞാൻ പറയുകയാണ്, സോപ്പ് യൂസ് ചെയ്യാതിരിക്കാം, അത് നല്ലതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാവുന്നതുമാണ് കേട്ടോ നമ്മുടെ മുടിയിൽ. അപ്പോൾ ഞാനിത് യൂസ് ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗിലല്ല, നൈറ്റിലാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്ന ടൈമിൽ കോംബോ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൻ്റെ ജടയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കോംബോ യൂസ് ചെയ്തിട്ട് തന്നെ ഓരോരോ എന്താ പറയുക, ഇങ്ങനെ നിരയായിട്ട് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഇത് സ്പ്രേ ചെയ്യാനായിട്ടൊക്കെ ഈസിയാണ്. അതുപോലെ തന്നെ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം ഞാനൊരു 5 to 10 minutes വരെ നന്നായിട്ടൊന്ന് കൈ കൊണ്ടിട്ട് തന്നെ മസാജ് ചെയ്യും കേട്ടോ. അങ്ങനെ മസാജ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഡ്രൈ ആവാനായിട്ട് ഞാൻ വയ്ക്കാറുണ്ട്. എന്താണ് ഡ്രൈ ആകാനായിട്ട് വയ്ക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു മുട്ടം പണി കിട്ടിയായിരുന്നു. അത് ഡ്രൈ ആവാതെ ഞാൻ ആ വെറ്റ് ഹെയർ തന്നെ കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഇപ്പോൾ നല്ല കോൾഡും നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ഇതുപോലെ മുട്ടം പണി കിട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മാറ്റം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റൊട്ടീനിലാണ് ഞാൻ
പോയിക്കൊണ്ടിരിക്കുന്നത്. ടു ബി വെരി ഹോണസ്റ്റ് ഞാൻ പറയാം, അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ബേബി ഹെയർസൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഒത്തിരി ബേബി ഹെയർസൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വേമ്പാലംപട്ടയുടെ ഒരു വീഡിയോ കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് ഞാൻ വേമ്പാലംപട്ടയുടെ എണ്ണ ഇവിടെ ഓൾറെഡി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. പ്യുവർ കോക്കനട്ട് ഓയിൽ ഞാൻ വേമ്പാലംപട്ട ഇട്ടിട്ട് ഇതായിരുന്നു ഞാൻ യൂസ് ആക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിത് യൂസ് ആക്കിയിട്ട് അത്ര വലിയ റിസൾട്ടായിട്ട് തോന്നിയില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ റിസൾട്ടും കൂടി പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടില്ല. എനിക്ക് കിട്ടിയില്ല, അതാണ് ഈ ഐറ്റം. അപ്പം പക്ഷേ എല്ലാവർക്കും ഒരേപോലെ കിട്ടിയെന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇപ്പം ഞാൻ കാണിച്ചത്, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്നത് ALPS എന്നാണ്, ആൽപ്സ് ഗുഡ്നെസ് എന്നാണ്. പക്ഷേ വിപണിയിൽ ഇപ്പോൾ ഇതിൻ്റെ പി മാറ്റിക്കളഞ്ഞിട്ട് ബി ഒക്കെ ചേർത്തിട്ടുണ്ട്. ആൽപ്സ് ഗുഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. അത് ഫേക്ക് പ്രൊഡക്റ്റാണ്. അതായത് ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെ നോക്കി നിങ്ങൾ വാങ്ങിക്കാനായിട്ട് നോക്കുക. അതുപോലെ ഈ ഒരു രീതിക്ക് നിങ്ങൾ യൂസ് ആക്കി നോക്കണമെങ്കിൽ സത്യമായിട്ട് ഞാൻ പറയണം, ആഫ്റ്റർ 1 മന്തിന് ശേഷം നിങ്ങൾക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ മുടി ഇപ്പോൾ ഹെയർ ഇപ്പോൾ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് യൂസാക്കി ഒരു ബോട്ടിൽ തീർന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ 2022 സെപ്റ്റംബർ, റോഡ് സൈഡാണ് വീട്, അതുകൊണ്ടിട്ടാണ് ശബ്ദം. ഓക്കെ, 2022 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ എൻ്റെ മുടി ആദ്യമായിട്ട് പെർമനൻ്റായിട്ട് സ്മൂത്തനിങ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ഹെയർ ഫോൾസ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള രീതിക്ക് പോകാത്തതുകൊണ്ടിട്ടായിരിക്കും. എന്നാലും ഞാൻ സ്പായൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല രീതിയിൽ തന്നെ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. പക്ഷേ ഇത് യൂസ് ആക്കിയതിന് ശേഷം എന്താ പറയുന്നത്, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. രാവിലെ എഴുന്നേറ്റ് നമ്മളൊന്ന് കോമ്പൊക്കെ യൂസ് ചെയ്തിട്ട്, നമ്മൾ കുളിക്കുന്നതിന് മുന്നേ കോമ്പൊക്കെ യൂസ് ചെയ്തിട്ട് മുടിയിൽ ഇതൊക്കെ കളയുമല്ലോ. ഇപ്പം തന്നെ ഇത് കണ്ടില്ലേ, ഒരു തുള്ളി മുടിയില്ല എൻ്റെ കയ്യിൽ. പക്ഷെ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി മുടി എൻ്റെ ഹെയറിൽ നിന്ന് പോവുമായിരുന്നു. വീട് മുഴുവനും മുടിയാണ്, എപ്പോൾ അടിച്ചാലും മുടിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ എനിക്ക് സത്യമായിട്ട് ഭയങ്കര ഡെസ്പായിട്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തത്. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. എനിക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ റിവ്യൂ നോക്കിയിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യല്ല, അത് പേയ്മെൻറ്റ് മേടിച്ചിട്ടുള്ള ഒരു പ്രൊമോഷനല്ല. എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ്. ഞാൻ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചുരുക്കം ചില മാസങ്ങളോളം ആയിട്ടുള്ളൂ. അത്രയ്ക്ക് റീച്ചായ ഒരു ചാനലും അല്ല എൻ്റെത്. അപ്പോൾ അതുകൊണ്ടിട്ട് പെയ്ഡ് പ്രൊമോഷനായിട്ട് ഞാൻ ചെയ്യുന്നതല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻസും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ ഹെൽപ്പാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ്സ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഷോർട്സ് വീഡിയോസിലൊക്കെ ഞാൻ കൂടുതലും കോമഡി വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത്. ലോങ് വീഡിയോസിൽ ഇതുപോലെ തന്നെ റിവ്യൂസും കുക്കിങ്ങും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ബൈ ബൈ.